ഹലോ, ഞാൻ ഷൈജു മാനാരി. ഞാനെന്നുള്ളത് ഗസൽ ദർബാറിലാണ്. ഈ ആളെ നിങ്ങൾക്ക് അറിയില്ല. മിമിക്രി കാര്യങ്ങളിലൊക്കെ പണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഇതൊക്കെ നടത്തിയാണ്. ഹംസാക്ക അറിയും. ഞങ്ങളെ ചേളാരിക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഹംസാക്ക ഇപ്പോൾ ഗസൽ നടത്തുന്ന ഹംസാക്കയാണ്. ഹംസാക്ക പറയും. ഹംസാക്ക 12 ഈ സ്ഥാപനം തുടങ്ങുന്നത്. ഇവിടെ ഒരു ഹിന്ദുസ്ഥാനി ക്ലാസ്സാണ് ഫസ്റ്റിൽ തന്നെ ഇവിടെ തുടങ്ങിയത്. ആ ക്ലാസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു മ്യൂസിക് സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഒരു 6 മാസം 8 മാസം കഴിഞ്ഞാൽ അത് പൂട്ടിപ്പോകുന്നൊരു സംഭവമാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. ഞാൻ നീണ്ട 14 വർഷമായി ഇത് നടക്കുന്നത്. 15ാം വാർഷികം ആഘോഷിക്കാനുള്ളൊരു പുറപ്പാടിലേക്കാണ് ഞാൻ പോകുന്നത്. എല്ലാ പരിപാടികളും കുട്ടികളുടെ രക്ഷിതാക്കളെ മുന്നിൽ വെച്ചിട്ട് അധ്യാപകരും ഓരോന്ന്, അതായത് മാപ്പിളപ്പാട്ടാണെങ്കിൽ ആ കുട്ടികൾ ഒരു പ്രോഗ്രാം, ഒന്ന് കർണാടക സംഗീതം, മാപ്പിളപ്പാട്ട്, അതൊരു മാഷ് പഠിപ്പിക്കുന്നുണ്ട്. അത് നിസാർ തൊടുപുഴയാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കർണാടക സംഗീതം, ലളിതഗാനം, വയലിൻ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. അത് ബിന്ദു ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ടൊരു വയലിൻ ഒരു അധ്യാപകൻ വന്നിട്ടുണ്ട്. പത്മനാഭൻ, പപ്പേട്ടൻ എന്നാണ് വിളിക്കുന്നത്. പപ്പേട്ടൻ ഇവിടെ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അറിയപ്പെടുന്ന ഒരു ഗിറ്റാറിസ്റ്റാണ് ബോബി നോൺ. അദ്ദേഹം ചെറുവണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് കീബോർഡും അതേപോലെ തന്നെ ഗിറ്റാറും അദ്ദേഹമാണ് ക്ലാസ് എടുക്കുന്നത്. അതേമാതിരി ഹിന്ദുസ്ഥാനി സംഗീതവും ഗസലും കൂടെ അതിൻ്റെ കൂടെ, ഹിന്ദുസ്ഥാനി സംഗീതം മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ഗസൽ കൂടിയും ഓരോരോ ക്ലാസ്സിലും ഗസലിൻ്റെ പാർട്ടുകളും കൂടി പഠിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സുശാന്ത് സാറാണ് തൃപ്പൂണിത്തറ, അദ്ദേഹം ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അറിയപ്പെടുന്നൊരു തബലിസ്റ്റ് ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. തൃശ്ശൂർ ഷഹീൻ പി നാസർ, തൃശ്ശൂർ, അദ്ദേഹം ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. എൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ദൂര സ്ഥലങ്ങളിലുള്ള അറിയപ്പെടുന്ന ഓരോന്നിനും വിദഗ്ധരായിട്ടുള്ള അധ്യാപകരെ വെച്ചിട്ടാണ് ഞാനിവിടെ ക്ലാസ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ ക്ലാസ്സിന് അന്വേഷിച്ച് വരുന്നുണ്ട്. എല്ലാം വോക്കൽ, കർണാടക സംഗീതം, വോക്കൽ, മാപ്പിളപ്പാട്ട്, തബല, വയലിൻ, ഗിറ്റാറ്, കീബോർഡ്, ഫ്ലൂട്ട്, വോക്കൽ, കർണാടക സംഗീതം, വോക്കൽ, അതേപോലെ മാപ്പിളപ്പാട്ട്, തബല, ഗിറ്റാറ്, വയലിൻ, കീബോർഡ്, ഫ്ലൂട്ട്, ഹാർമോണിയം, ഹിന്ദുസ്ഥാനി വോക്കൽ, ചിത്രരചന, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പിടി, കേരള നടനം, ഓട്ടംതുള്ളൽ, നാടോടി നൃത്തം, അതേപോലെ സിനിമാറ്റിക് ഡാൻസ്. നമ്മുടെ ഫ്ലൂട്ട് ഉണ്ട്. ഫ്ലൂട്ട് ഹരിദാസ് കോട്ടക്കലാണ്. ഹിന്ദുസ്ഥാനി ശൈലിയിലും കർണാടക സ്റ്റൈലിലും ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിത്രരചന ക്ലാസ് ഉണ്ട്. ചിത്രരചന ക്ലാസ് ഉണ്ട്. അതിൽ മ്യൂറൽ പെയിൻറ്, വാട്ടർ കളറ്, ഓയിൽ പെയിൻറ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അത് കുട്ടികളുടെ ആവശ്യാനുസരണം മക്കൾക്ക് എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ അത് പ്രകാരം നമ്മളിവിടെ സ്പെഷ്യൽ ട്രെയിനിങ് തന്നെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ആ മാഷ് എവിടെയുള്ളതാണ്? പുരുഷോത്തമൻ, തലപ്പാറ. അതുപോലെ തന്നെ നമ്മുടെ ഡാൻസ്, ഭരതനാട്യവും, മോഹിനിയാട്ടം, കുച്ചിപ്പിടി, കേരള നടനം, ഓട്ടംതുള്ളൽ എന്നീ ക്ലാസ്സുകൾ എടുക്കുന്നത് പ്രവീൺ മാഷാണ്. എൻ്റെ കുട്ടിയുണ്ട്, അതാണല്ലോ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രവീൺ മാഷ് കോട്ടക്കലാണ്. ഹാട്രിക് കലാപ്രതിഭയാണ്. അതേപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മളവിടെ വന്നിട്ടും ഒരു 5-6 വർഷത്തിൻ്റെ അടുത്തായി. അദ്ദേഹം ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നതിന് ശേഷം സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ മിന്നും തിളങ്ങുന്ന കുട്ടികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ സഹായ സഹകരണം കൊണ്ട് സ്ഥാപനങ്ങളെ ഇതാണ്
ഡാൻസിൻ്റെ ഹാള്. എൻ്റെ മോളും ഇവിടെ തന്നെയാണ്. ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് കാലിയാണ്. എല്ലാ കുട്ടികളും പോയി. ഇത് മാത്രമല്ല, അപ്പുറത്തുമുണ്ട്. നല്ല സൗകര്യമുണ്ട്. ഇവിടെയുള്ള പ്രത്യേകത പറഞ്ഞാൽ മക്കളെ ഡാൻസ്, അതായത് മക്കളെ ഡാൻസ് നമുക്ക് ഡാൻസ് കളിക്കുമ്പോൾ ലൈവായിട്ട് കുത്തിരുന്ന് കാണാം. പേരൻസിനൊക്കെ ഇവിടെ കയറി കുത്തിരിക്കാനുള്ള സൗകര്യം ഹംസാക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള പുറത്താക്കൊന്നുമില്ല, ശബ്ദം ഉണ്ടാക്കരുത് എന്നുള്ളൊരു വിഷയമുള്ളൂ. ഡാൻസ് ആസ്വദിക്കുക നമുക്ക് കുട്ടികളെ കൂടെ തന്നെ. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി ചെയ്യാം. ഫോണ് അലേർട്ടാണ്. അത് ഇതാണ് മറ്റാളല്ലേ, വേറൊരാളാണ് ഇത്. മറ്റൊരു ചെറിയൊരു കുഞ്ഞി ഹാളാണ്. ഈ ഹാളിൽ വെച്ചാണ് ഡ്രോയിങ്, അതേപോലെ തന്നെ വയലിൻ ക്ലാസ്, അതേപോലെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് ഈ ഹാളിൽ വെച്ചാണ്. അതേപോലെ നമ്മൾ തൊട്ടടുത്ത് തന്നെ സ്റ്റുഡിയോ ഉണ്ട്, റോക്കോഡ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ. ഈ സ്റ്റുഡിയോയിൽ പാട്ട്, അതേപോലെ തന്നെ റീൽസ്, ഓഡിയോ ആൻഡ് വീഡിയോ രണ്ടും ലഭ്യമാണ് നമുക്ക്. ഇതൊക്കെ ഒരേ ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അതാണ് നമ്മളെ ഗസൽ ദർബാറിന്റെ ഓഫീസ് കാര്യങ്ങൾ. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. അപ്പൊ ഇതാണ് റെക്കോർഡിങ്ങിന്റെ ഇതില്ലേ. ഇതിനെ പറ്റിയിട്ട് അറിയില്ല, ഹംസക പറഞ്ഞുതരാം എന്തൊക്കെയാ വെച്ചാല്. ഇത് നമ്മുടെ ഗസൽ ദർബാറിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോയ്ക്ക് വലിയ പരസ്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് നമ്മൾ ചെറിയൊരു എന്താ പറയാ ഒരു കൺസെഷനൊക്കെ കൊടുത്തിട്ട് ഇവിടെ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടുന്നതിനും അതേപോലെ തന്നെ റീൽസ് ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ അവസരം നൽകുന്നുണ്ട്. ഇപ്പം തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് അനൗൺസ്മെന്റ്, ആഡുകൾ ഒക്കെ ചെയ്യുന്നതിനും പറയുന്നതിനൊക്കെ നമുക്കിവിടെ സൗകര്യങ്ങൾ ഒത്തിരി പേര് ഇവിടുന്ന് ചെയ്ത് പോയിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ ഈ സ്ഥാപനത്തിൽ നിന്ന് റെക്കോർഡിംഗ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറിയാൽ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ മകനാണ് സൗണ്ട് എഞ്ചിനീയർ. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളും സപ്പോർട്ടുകളും വേണം.